വെൽക്കം ടു ബാദൂസ് മീഡിയ. ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് നമുക്കൊരു സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ചെറിയ കപ്പിനാണ് കേട്ടോ എടുത്തത്. നമുക്ക് എത്രയാണോ പഴം പൊരിക്കാനുള്ളത് അത്ര ആവശ്യത്തിന് എടുക്കാം. അങ്ങനെ ആ ഒരു മൈദ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യമായ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു മധുരത്തെ ബാലൻസ് ചെയ്യാനാണ്. അതിലേക്ക് ആവശ്യമായ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അതിങ്ങനെ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. മാവ് അധികം ലൂസാവാനും പാടില്ല, എന്നാൽ ഭയങ്കര ടൈറ്റ് ആവാനും പാടില്ല. ഒരു നുള്ളി അപ്പക്കാരം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ, അതായത് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം. അത് ഞാൻ ഇതിൽ നിന്ന് സ്കിപ്പായി പോയതാണ് കേട്ടോ വീഡിയോ എൻ്റെ അടുത്ത് നിന്ന്. പിന്നെ അതിലേക്ക് ആവശ്യമായ മധുരത കൈകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചായ തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് പെട്ടെന്നായിട്ട് പഴംപൊരി റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ ഒന്ന് ചെയ്യണേ. കുറച്ച് ഏലക്കായി പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കണ്ട. റവയോ പിന്നെ കോൺഫ്ലവറോ ആട്ടപ്പൊടിയോ ഒന്നും ചേർക്കണ്ട. വെറും മൈദയും ഒരു നുള്ള് ഉപ്പും കുറച്ച് ഏലക്കായും പിന്നെ ആവശ്യമായ മധുരവും. നിങ്ങൾക്ക് മധുരം കുറവും വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്താൽ മതി. അങ്ങനെ ഞാനത് കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കണ്ട കേട്ടോ. എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല വീഡിയോസുകളും കുക്കിങ്ങും ടിപ്സുകളൊക്കെ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളെ മാവ് നമുക്ക് ആവശ്യമായ ആ ഒരു പാകത്തിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കൈകൊണ്ട് സെറ്റാക്കണമെങ്കിൽ കൈകൊണ്ടാക്കാം. ഞാനിവിടെ ഒരു സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ സെറ്റാക്കിയത്. അങ്ങനെ മാവ് നമുക്ക് ഇതേ ഒരു ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഇട്ടാൽ മതി, വേണ്ടെങ്കിൽ ഒഴിവാക്കാം. അങ്ങനെ ഞാനൊരു നുള്ളി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ നമ്മളെ പഴം തോല് കളയാതെയാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. അതായത് കനം കുറച്ചിട്ട് അരിഞ്ഞും എടുക്കാം. ഒന്നുകൊണ്ട് 3 എണ്ണം ആക്കാം, ഒന്നുകൊണ്ട് 2 എണ്ണം ആക്കാം, ഒന്നുകൊണ്ട് 4 എണ്ണം ആക്കാം, ഒന്നുകൊണ്ട് 5 എണ്ണം ആക്കാം. അപ്പം ഞാനിവിടെ ഒരു പഴം കൊണ്ട് 4 പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ തോല് കളയാതെയാണ് അരിഞ്ഞെടുക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ കയ്യിൽ നിന്ന് വഴുതി പോവാതിരിക്കാനാണ് കേട്ടോ തോലും കുട്ടി അരിഞ്ഞെടുക്കുന്നത്. അങ്ങനെ നമ്മളെ പഴങ്ങളൊക്കെ അരിഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഇരുമ്പിൻ്റെ ചട്ടി ഗ്യാസിൽ വെച്ച് കത്തിച്ചതിൻ്റെ ശേഷം ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഓയിലാണ് പൊരിച്ചെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നമ്മളെ പഴത്തിൻ്റെ തോലൊക്കെ നമുക്ക് ഊരിയെടുത്തതിന് ശേഷം നമുക്ക് മാവിലിട്ട് മുക്കിയെടുത്തിട്ട് ഒഴിച്ച ചട്ടിയിൽ ഒഴിച്ച് വെച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഞാനിവിടെ ചട്ടിയിലേക്ക് നമ്മളെ പഴംപൊരി മാവിൽ മുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ടപ്പോൾ തന്നെ കണ്ടില്ലേ നല്ല അങ്ങോട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരി ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടെ നമുക്ക് ബീഫ് വരട്ടിയതും കൂടി ഉണ്ടെങ്കിലുണ്ടല്ലോ അടിപൊളിയായിരിക്കും. ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? അങ്ങനെ ഞാൻ കഴിച്ചിട്ടുണ്ട്. ബീഫ് വരട്ടിയതും പഴംപൊരിയും
അടിപൊളിയായിരിക്കും. ആരെങ്കിലും ഒന്ന് അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി കേട്ടോ. എന്നിട്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.